ഗൈസ് എക്സാം ഒക്കെ കഴിഞ്ഞു വിഷുവാറേ അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്ന്. അപ്പൊ റൂം ക്ലീൻ ചെയ്ത് കണ്ടാലോ. ഹലോ ഗൈസ്, എന്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ വേറെ ആരും കയറാം. പല്ലി, പാറ്റ, എട്ടുകാലി ഇവരുടെയൊക്കെ 3 വർഷത്തെ ആക്രി സാധനങ്ങൾ മുഴുവൻ അമ്മ എപ്പോഴും പറയും ആ മുറിയുടെ ഉള്ളിൽ പോർക്കുമാമ്പ് ഉണ്ടാവും. ഇതാണ് എന്റെ സ്വന്തം മുറി. ഇനി ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം പോലും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. അത്ര മെസ്സിയാണ്. തുമ്പി 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 ചത്ത്. പിന്നെ ഒട്ടും സമയം കളയാണ്ട് ഞാൻ ആ മേളിൽ നിന്ന് തന്നെ തുടങ്ങി. എന്താ പൊടി. മോളിത്തെ സാധനങ്ങളൊക്കെ താഴിട്ടപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ആവശ്യമില്ലാത്ത ബുക്കുകളൊക്കെ എടുത്ത് മാറ്റി വെക്കായിരുന്നു. ആ ഡയറി ഞാൻ ആദ്യമായിട്ട് ഡയറി എഴുതാൻ തുടങ്ങിയപ്പോൾ ഡയറി കണ്ടപ്പോൾ എനിക്ക് പഴയ കാലം കുറേ ഓർമ്മ വന്നു. അത് ചെയ്തതിന് കബോർഡ് തുറന്ന് കബോർഡിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് ഇതൊക്കെ ഇനി മടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മടക്കണം ഞാൻ. എന്താ കഷ്ടപ്പാട്. ഈ കബോർഡിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇട്ടേക്കാം. ഈ ഡ്രസ്സെല്ലാം കല്യാണത്തിനും പാർട്ടിക്കും പോകുമ്പോൾ ഇടാനുള്ളതാണ്. എന്നിപ്പോൾ ആരും കല്യാണം വിളിക്കാത്തോണ്ടും ഞാനൊട്ടും കല്യാണത്തിന് പോകാത്തോണ്ടും ഈ ഡ്രസ്സുകളൊക്കെ വീട്ടിലിരിപ്പം. എന്താ അവസ്ഥയാണല്ലോ ഇവരുടെ. ഡ്രസ്സാണെങ്കിൽ മടക്കിട്ട് മടങ്ങണം. ഈ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ മടക്കിയാൽ മതി. ഏറ്റവും വരുന്ന ക്രീമൊക്കെ എടുത്ത് ഞാൻ ഇന്ന് കളഞ്ഞു. പണ്ട് പനി വന്നപ്പോൾ ഉള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ എന്തായാലും ഇത്ര നാളായിട്ട് ഇതൊന്നും ഞാൻ കളഞ്ഞുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർഡ് ഇരിക്കണം. നോക്കിയപ്പോൾ ആശ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് എന്ന കാർഡ്. കുറച്ചു നേരം നെക്സ്റ്റ് അടിച്ചിരുന്നു. ഞാൻ വീണ്ടും എന്നെ ക്ലീനിങ് തുടങ്ങി. പണ്ടേ ഞാൻ അടിപൊളിയാണ്. ഇതിനും വേണം ഒരു കഴിയും. നല്ല കമ്മിയിലൊക്കെ പൊടി ഉണ്ടാവും ഞാൻ ഇന്ന് പറഞ്ഞു. അങ്ങനെ റൂം മൊത്തം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ച് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഇന്നിപ്പോൾ നല്ല ദിവസമായതുകൊണ്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റിൻ്റെ പേരായ പില്ലോ കവറൊക്കെ ഇട്ട് ഞാൻ എൻ്റെ റൂം ഒന്ന്. ഇതാണ് ഗൈസ് ഫൈനൽ ഔട്ട്പുട്ട് എൻ്റെ റൂമിൻ്റെ. നല്ല നീറ്റായിട്ട് ഞാൻ എൻ്റെ റൂം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ ബൈ.